മൂലക്കുരു മാറാനായിട്ട് എണ്ണ ഇതുപോലെ നിങ്ങളൊന്ന് വീട്ടിലുണ്ടാക്കി എടുത്ത് വെച്ച് നോക്കിക്കേ. ഒരു കൊല്ലം ഈ എണ്ണ ഇരുന്നാലും കേട് വരത്തില്ല. നിങ്ങൾക്ക് മൂലക്കുരുവിൻ്റെതായ വേദനയും പോളമൊക്കെ വീറിയിട്ട് ഭയങ്കരമായിട്ട് ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത പോലത്തെ ഭയങ്കര അസ്വസ്ഥ വേദനയൊക്കെ വരത്തില്ലേ, പോളം വീറിയിരുന്നിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ആ പോളത്തിൻ്റെ പുറമെ ഇതുപോലെ എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു 3 ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് നിങ്ങൾ ആ പോളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലോ പോളം മാഞ്ഞു പോകുന്ന പോലെ പോവും. ആ ഭാഗത്ത് പോളവേ ഉണ്ടെന്ന് തോന്നത്തില്ല. കാരണം അത്രയ്ക്കും പോളം ചുരുങ്ങിപ്പോയിട്ട് വേദനയും മാറും, അസ്വസ്ഥതയും മാറും. എണ്ണ ഇതുപോലെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ അടുത്ത് എണ്ണയില്ല, എണ്ണ എന്ന് ചോദിക്കരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ തവണ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പം കഴിഞ്ഞ ദിവസം ഇലച്ചാറുണ്ടാക്കുന്ന വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാമെന്ന് വെച്ചായിരുന്നു. ഞാനത് കഴിഞ്ഞ കൊല്ലം വീഡിയോ ഇട്ടതായിരുന്നു. 4 മില്യൺ ആളുകൾ കണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി എണ്ണ ഇട്ടത്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കൊണ്ട് എണ്ണ ഉണ്ടാക്കിക്കോട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാട്ടപ്പ എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇവിടെ കാട്ടപ്പ എന്നാണ് പറയുന്നത്. ചിലർ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത് വേറൊരു ചെടിയാണ്. അപ്പം ഇതിനിവിടെ കാട്ടപ്പ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇലയ്ക്ക് ഒരു സിസ് പിടക്ക് കിട്ടുന്ന ഒരു നാറ്റമുണ്ട്. കാരണം ഇലയ്ക്കൊരു തല ചകടിച്ച് വേണം, ഒരു ആടിൻ്റെയൊക്കെ ഒരു മണാട്ടോ ഇതിൻ്റെ ഇലയ്ക്ക്. അപ്പം നിങ്ങൾ ഇല പറിച്ചിട്ടൊന്നും ഇല കീറി ഒന്നും മണത്ത് നോക്കുക. അത് ആ ഒരു മണം കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടോ. എന്നിട്ട് നിനക്കിനി ചെടി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ചെടി ഏതാണോ പിക്ക് എനിക്ക് കിട്ടുകട്ടെ. അപ്പോൾ ഞാൻ പറയാം അതാണെങ്കിൽ ആണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഇല നിങ്ങൾ പറിച്ചെടുക്കുക. പിന്നെ ഇതിനകത്തുണ്ടല്ലോ ഒരു നീല വെള്ളം പൂക്കളുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ നീല വെള്ളം പൂക്കളിൽ ഈ ഇലയല്ല, നമ്മുടെ പൂ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ ഈ നീല കളറിലേക്ക് മാറുന്നത്, ഉണങ്ങാറി ആകുമ്പോൾ. അപ്പം ചിലർ കാണുമ്പോൾ നീലയായിട്ട് കാണും, ചിലർ കാണുമ്പോൾ വെള്ളമായിട്ട് കാണും. അപ്പോൾ രണ്ടും ഒരു ചെടി തന്നെയാണ്. പിന്നെ മഞ്ഞപ്പൂക്കളൊക്കെ ഉള്ള വേറെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അതൊന്നും പോയി പറിച്ചെടുക്കരുത് കേട്ടോ, അതൊക്കെ വേറെയാണേ. പൂവൻ കുരുന്നിലല്ല കേട്ടോ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിക്കോ. ഈ ഇല നിങ്ങളൊരു കുറച്ചൊരു 10-12 ഇല പറിച്ചെടുക്കുക. എന്നിട്ട് വെളുത്തുള്ളി ഈ വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് ചതച്ചെടുക്കുക. വെളുത്തുള്ളി ചേർത്ത് ചതയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഈ മൂലക്കുരുള്ള ഭാഗത്തിന് ചുറ്റും ഭയങ്കര ചൊറിച്ചിലുണ്ടാവും. അപ്പം ആ ചൊറിച്ചിലിന് ഇൻഫെക്ഷൻ മാറാനായിട്ട് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഈ എണ്ണ ഒരുപാട് നാളത്തേക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പുറത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്കുണ്ടല്ലോ ഈ എണ്ണ ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുത്തു വിടുകയും ചെയ്യാം. ആവശ്യത്തിന് നിങ്ങൾക്ക് ഒരു 2-3 ദിവസം അടുപ്പിച്ച് തേച്ചാൽ മതി, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ എടുത്ത് ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണ നല്ലെണ്ണ എടുക്കത്തിട്ട്, വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. 50 ml വെളിച്ചെണ്ണയോളാട്ടോ ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ 50 ml വെളിച്ചെണ്ണയ്ക്ക് ഞാൻ എടുത്ത ഇല നിങ്ങൾ കണ്ടില്ലേ, ഒരു വെളുത്തുള്ളിയുടെ അല്ലി, അതുപോലെ തന്നെ ഒരു 8-10 വരുന്ന രീതിയിൽ ഇലയായിട്ട് എടുത്തേക്കുന്നത്. ഒരു കുഴിയുള്ള ചീഞ്ചട്ടിയിലേക്കോ എന്തിലൊക്കെ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കണം. കാരണം ഈ ഇലയിലെ പച്ച വെള്ളത്തിൻ്റെ ഒരു ചാറുള്ളതുകൊണ്ട് തന്നെ ഒരു പൊട്ടലുണ്ട്. അതായത് നിങ്ങൾ കേൾക്കുന്നില്ല, ഒരു പൊട്ടലുണ്ട്. അപ്പം പരന്ന പാത്രത്തിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പൊട്ടി നമ്മുടെ കയ്യിലൊക്കെ തെറിക്കും. അപ്പം ഇലച്ചാറിൽ ആ ഒരു നീരും വെളുത്തുള്ളിയിലെ ഇതെല്ലാം കൂടി ഒന്ന് സത്തി ഇളകുന്ന രീതിയിൽ ആ പൊട്ടലൊക്കെ ഒന്ന് മാറി ഒന്ന് വന്നു കഴിഞ്ഞപ്പം ഇലയ്ക്ക് ഈ എണ്ണയ്ക്ക് ഒരു പ്രത്യേക ഒരു പച്ച കളർ വരും. അത് മാത്രമല്ലാണ്ട് നമ്മൾ ഈ ഇലയൊക്കെ ഒരു മൂത്തൊരു നമ്മൾ കറിവേപ്പിലൊക്കെ നമ്മൾ എണ്ണ താളിച്ച് മൂപ്പിക്കാൻ എടുക്കുമ്പോൾ ഒരു കരിഞ്ഞ ഇതുപോലെ വരില്ലേ, അതുപോലെ ആ ഒരു പരുവത്തിൽ വരും കേട്ടോ. ഒരു നാര് പോലെ നമ്മൾ തണ്ടൊക്കെ ഒന്ന് സെറ്റായി വരും. വെളുത്തുള്ളി നല്ലൊരു ബ്രൗൺ കളറിൽ ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീ ഓഫ് ചെയ്തോ, ഒരു പച്ച കളറിൻ്റെ എണ്ണ കിട്ടും. ഇനി നമ്മളിത് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ അരിപ്പയിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ തന്നെ അത് അരിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പച്ച കളറിൻ്റെ എണ്ണ കിട്ടും കേട്ടോ. ഈ എണ്ണ നിങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു കുപ്പിയിലൊട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല കുപ്പിയിലേക്ക് ഇത് ഒഴിച്ചെടുത്ത് നിങ്ങൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം ഇരുന്നാലും ഈ എണ്ണ കേട് വരത്തില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഈ എണ്ണ ഉണ്ടാക്കി ഇട്ടിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല റിസൾട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. 2 ദിവസം കൊണ്ട് അങ്ങനെ പോളൊക്കെ ചുരുങ്ങിപ്പോയി, വേദന മാറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പം ആ വീഡിയോ കാണാത്തവരെ ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ ഈ എണ്ണ നിങ്ങൾക്ക് വേദന ഉള്ള സമയത്ത് ഭയങ്കരമായിട്ട് പോളൊക്കെ വീറിയിട്ട് അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അസ്വസ്ഥയാണെങ്കിൽ ആ പോളത്തിൻ്റെ പുറമെ മാത്രം നിങ്ങൾ ഈ എണ്ണ 2 തുള്ളി തേച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 ദിവസം നിങ്ങളതങ്ങനെ പുരട്ടി കൊടുക്കുമ്പോൾ തന്നെ ആ പോളങ്ങ് ചുരുങ്ങിപ്പോവും, വേദന അങ്ങോട്ട് മാറും. നീർക്കെട്ട് ചുറ്റും വരുന്ന ആ ഭാഗത്തുള്ള നീർക്കെട്ടൊക്കെ അങ്ങ് വലിഞ്ഞു. പിന്നെ ആ പോളത്തിന് ചുറ്റും ഭാഗത്ത് ചില ആളുകൾക്ക് ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ എണ്ണ പുരട്ടി കൊടുക്കുമ്പോൾ തന്നെ ആ ചൊറിച്ചിലങ്ങ് മാറും കേട്ടോ. കാരണം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ ധൈര്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ആർക്കെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പോലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ. കാരണം കാശ് മുടക്കില്ലാണ്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നല്ലോ, നല്ലൊരു ഒറ്റമൂലിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യട്ടോ. ബൈ.